എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. തുടരും റിയാക്ഷൻ തുടരും. ലാലേട്ടൻ തുടരും, ശോഭന തുടരും. പിന്നെ ഈ കോംബോ, ഏത് ഈ ലെജൻഡറി കോംബോ ഞങ്ങളുടേതല്ല കേട്ടോ. ലാലേട്ടൻ ശോഭന ലെജൻഡറി കോംബോ തുടരും. ഞങ്ങളുടെ ലെജൻഡറി കോംബോ തുടരും. പിന്നെ അല്ല, അവനവന്റെ ഉള്ളിലും അവനോരെ ഓരോരുത്തരുടെയും മനസ്സിൽ അവരൊരു ലെജൻസ് തന്നെയായിരിക്കും. ഞാൻ ഇത് അതിലേക്കാണ് ഈ കടന്നു പോകുന്നത്. ഓക്കെ, എന്തായാലും തുടരും സിനിമയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തരുൺ മൂർത്തിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. L360 എന്നുള്ള ടൈറ്റിലായിരുന്നു ആദ്യം ഈ സിനിമ. ഇപ്പോഴാണ് തുടരുമായത്. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ തരുൺ മൂർത്തി പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ആളാണല്ലോ അതിനെക്കുറിച്ച് പറയേണ്ടത്. ആള് സ്പെഷ്യലായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇത് ഫേസ്ബുക്കിൽ കണ്ടാണ്, ഈ വീഡിയോയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അതായത് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും ചിന്തിച്ചിട്ട് ഈ സിനിമ കാണാൻ വരണ്ട. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ബാധ്യതാവുന്നതാണ്. അത് നമ്മളോടല്ലേ? അത് കണ്ടപ്പോ എനിക്ക് തോന്നിയിരുന്നു, നീ കണ്ടായിരുന്നത് ഇതൊക്കെ നിന്നെ ഉദ്ദേശിച്ച് പറയുന്നതാണ് സ്വയംല്ലേ? എനിക്ക് തോന്നുന്നേ നമ്മളെന്നല്ല, പല അപ്ഡേറ്റ്സുകളും വരുമ്പോ ഇവര് കാണുന്നുണ്ടല്ലോ. അത് ശരിയാ, എന്തൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് പുറത്ത് പറയുന്നതെന്നുള്ളത്. അത് കേൾക്കുമ്പോ അവർക്ക് തോന്നിയ കാര്യമായിരിക്കും. അതെ, നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഒരു ഫാമിലിയാണ്, ഒരു ത്രില്ലറുണ്ട്, അതിനുശേഷം ത്രില്ലർ മൂഡിലേക്ക് മാറും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരാളും കൂടി വന്നിരുന്ന് പറയായിരുന്നെങ്കിൽ ഹാപ്പി ആയേന്. ആരാ? പൃഥ്വിരാജ് സുകുമാരൻ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ നിങ്ങളെ ഇഷ്ടത്തിന് വന്ന് കാണാൻ എന്നുള്ളതൊന്ന് പറയായിരുന്നെങ്കിൽ കുറച്ചൊരു തലേന്ന് ഭാരം ഒഴിഞ്ഞു കിട്ടിയത്. അത് വേണോ? രക്ഷപ്പെടണമെങ്കിൽ മതി. രക്ഷപ്പെടാൻ അതല്ല, എന്തൊരു രക്ഷല്ല. മാർച്ച് 27 വരെ നീട്ടി കിട്ടും. സിനിമ കണ്ടിട്ട് തീരുമാനമാവുള്ളൂ. അതിന് മുൻപ് പൃഥ്വിരാജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്ന് തീരും. വേണ്ട. ഞാൻ വിചാരിച്ചേ നമുക്കൊരു ക്ഷമാപണം നടത്താനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. അത് തരൂല എന്നുള്ളത് പിന്നെ മനസ്സിലായത്. നിങ്ങൾ ഇനി ഇവിടെ തുടരണോ വേണ്ട എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് മാർച്ച് 27 ജനങ്ങള്. ഓക്കെ, എന്തായാലും നമുക്ക് തരുൺമൂർത്തി എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നോക്കാം. തരുൺമൂർത്തിയുടെ വാക്കുകളിലേക്ക്. ഓക്കെ, പോട്ടെ. മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ സിനിമ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ, അതിന് ലാലേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെയൊക്കെ വീടിന് അപ്പുറത്തോ അയൽവക്കത്തോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവർ, അയാളുടെ കുടുംബം, അയാളുടെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ, കൂട്ടുകാർ, അയാളുടെ രസകരമായ മുഹൂർത്തങ്ങൾ, അയാളുടെ ലൈഫ്, അങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ക്രിസ്മസായിട്ട് ബന്ധമുണ്ടല്ലേ? അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഞങ്ങൾ തുന്നി കെട്ടിയിരിക്കുന്നത്, നമ്മുടെ തുടരും എന്ന് പറഞ്ഞ പോസ്റ്റർ വെച്ചിട്ട് എങ്ങനെയാണ് തുന്നി കെട്ടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ റിലീസ് വരെ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ഈ സിനിമയിൽ നടന്നു പോകുന്ന കുറേ മൊമെൻറ്റുകളുണ്ട്, ഇവൻറ്റ്സ് ഉണ്ട്. ആ ഇവൻറ്റ്സിലേക്ക് ഇന്നത്തെ ലാലേട്ടൻ കടന്നു പോയി കഴിഞ്ഞാൽ, ഇന്നത്തെ ലാലേട്ടൻ്റെ രീതികളിൽ കടന്നു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കുറച്ച് തലമുറകളുടെ നായകനായിട്ടുള്ളൊരു മോഹൻലാലിനെ കാണാൻ, അല്ലെങ്കിൽ മോഹൻലാലിനൊപ്പം ശോഭന ചേരുമ്പോൾ കിട്ടുന്ന ഒരു കെമിസ്ട്രി കാണാനാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഊഹിച്ചു കൂട്ടുന്നതും മെനഞ്ഞു കൂട്ടുന്നതുമൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ ബാധ്യതയാണ്. ഒരാളുടെ ജീവിതം തുടരുമെന്ന് പറഞ്ഞ് നിർത്തുന്ന പോലത്തെ പേര്. അപ്പം തുടരുന്ന തുന്നിക്കെട്ട് എന്താണെന്നുള്ളത് സിനിമ തന്നെ പറയട്ടെ. അങ്ങനെ ഇരിക്കില്ല. തുന്നിക്കെട്ട് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം കുറേ ഡീറ്റെയിൽസ് അവിടെ പറയുന്നുണ്ടോ? കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച ബാക്കിയൊക്കെ ഡീറ്റെയിൽ ഓക്കെയാ. തുടരും എന്നുള്ളതിലെ ആ തുന്നിക്കെട്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മനസ്സിലാക്കും. അതൊന്ന്. പിന്നെ അങ്ങോട്ട് തിയേറ്ററിലേക്ക് വരുന്നതിന് മുൻപേ നിങ്ങൾ തന്നെ സ്വയം മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള ചില പ്രതീക്ഷകൾ അത് നിങ്ങൾക്ക് തന്നെ ബാധ്യതയാകും എന്നുള്ള ഒരു വലിയ
ഇൻഫർമേഷൻ അല്ലത്, വലിയ വാണിംഗ് ആണത്. ശരി, വാണിംഗ് എന്നും പറയാം. സത്യം, നിങ്ങൾ അങ്ങനെ വരാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. പിന്നെ ഒരു പച്ചയായ കുടുംബം, സാധാരണ ഒരു ടാക്സി ഡ്രൈവർ, ആളുടെ കുടുംബം, അതിൽ ആളുടെ ഭാര്യയായി വരുന്നത് ശോഭന. പിന്നെ രസകരമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രിയിൽ നിന്നുണ്ടാകുന്ന രസകരമായിട്ടുള്ള നല്ല മൊമെൻറ്റ്സ്, ഇതിനൊക്കെയാണ് ആൾ വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. താൻ ആഗ്രഹിച്ച തനിക്കിഷ്ടമുള്ള പുതിയ ലാലേട്ടനെ അവതരിപ്പിക്കുന്നു. എപ്പോഴും പറയും ആ പഴയ ലാലേട്ടനെ തരുന്നു ചിലരൊക്കെ, അതല്ല, പുതിയ ലാലേട്ടനെ ഇതിലേക്ക് പ്ലേസ് ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പുതിയ ലാലേട്ടൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും എന്താ പറയാ, ഒരു ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഇവർ പറയുമ്പോൾ നമുക്കൊരു മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫിലിം ഉണ്ടല്ലോ, അതായത് ഒരു ഫീൽ ഗുഡ് സാധനം, അല്ലെങ്കിൽ ഒരു സത്യനന്ദിക്കാട് മൂവി, ആ ഒരു റേഞ്ചിലൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ആള് തരുന്ന സാധനം. പക്ഷെ എന്നാലും ഞങ്ങൾ പറയും എന്തൊക്കെയോ ഉണ്ട്. തീർച്ചയായും ബാധ്യത ആയിക്കോട്ടെ അല്ലേ, നമുക്ക് ഇത് വലിയൊരു ബാധ്യതയാവും. അപ്പൊ ദൈവമേ, ജനുവരിയിൽ നിന്ന് വിടൂലേ അപ്പുറത്തോട്ട്? ഇത് 27 ആകാൻ നിൽക്കൂല, അതിനു മുന്നേ മിക്കവാറും തുടരും വരുന്നതോടെ നിങ്ങളിനി തുടരുക, നമ്മളെ തുടർച്ച അവിടെ നിൽക്കും, തുഞ്ഞല് കെട്ടും. അതെ, അവിടെ മാത്രമായിരിക്കൂല, പൂളി ഇങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് തുന്നും. അവിടെ നിന്നല്ലോ നമ്മുടെ പ്രശ്നം, ഇവിടെയാണല്ലോ. ഇത് രണ്ടും തുന്നി കെട്ടും. അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവും. എന്താണെങ്കിലും നല്ല രസമുള്ളൊരു വീഡിയോ, അടിപൊളി. അത് ആള് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ, അത് തന്നെ അടിപൊളിയായിട്ടുണ്ട്. അതായത് സാധാരണ സംവിധായകൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തള്ളി അങ്ങ് മറിക്കും, അതായത് ഓവറായിട്ടുള്ള സാധനമായിരിക്കും. അതങ്ങ് കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നും, ഓ ഇത് വൻ സാധനമാണല്ലോ വരാനുള്ളതെന്ന്. അതിനാണ് എന്ത് ക്ലിയർ ആയിട്ട് ആള് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ അത് പുറത്തൊന്നും പറയാതെ സിമ്പിൾ തിയേറ്ററിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം. പിന്നെ അതിനപ്പുറത്തൊരു സാധനം ഞാനതിൽ നോട്ട് ചെയ്തത്, ആൾക്ക് ഇപ്പോൾ ഇതൊരു ബാധ്യതയാകുമെന്നുള്ളത് അവരുടെ വിഷയമേ അല്ല. അത് ജനങ്ങൾക്ക്, നിങ്ങൾക്കത് ബാധ്യതയായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും, അത് ഞങ്ങൾക്ക് വിഷയമല്ല എന്നാണ്. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം തരും, വളരെ മനോഹരമായിട്ട് വെടിപ്പായിട്ട് തരാൻ കഴിയും. നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്ന എന്ത് കാര്യം അത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് നിങ്ങളുടെ വിഷയമാണ്. അത് പറയാന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള ഒരു കോൺഫിഡൻസുമാണ്. അത് കോൺഫിഡൻസും ആണ്. പിന്നെ അവർ ചെയ്തു വെച്ചിരിക്കുന്നതിനോടുള്ള അവരുടെ അതിന്റെ വിശ്വാസം, അതെ, അതിന്റെ ഇത് അവർക്കറിയാം, അതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അത് ചിലപ്പം നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് വൻ സാധനമായിട്ടായിരിക്കും എക്സ്പെക്ട് ചെയ്യുക. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന അത്ര വലുതൊന്നും ആയിരിക്കില്ല, ചെറിയ സാധനമായിരിക്കും. അപ്പൊ ആ വലിയൊരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് ചെല്ലേ വേണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിലിപ്പോ നമ്മളൊന്നും പറയാൻ പറ്റില്ല, പ്രേക്ഷകർ ആരെ കുറിച്ചോ ആരെയും ഒന്നും പറയാൻ പറ്റില്ല. കാരണം എത്ര ചെറുതാന്ന് പറഞ്ഞ് മാറ്റി വെച്ചാലും അതിൽ നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാലല്ലേ വലുതാവും, വലുതാണ്. പിന്നെ ശോഭനെ, പഴയ ജോഡികൾ, അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു, അതും തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്നു. എത്രയൊക്കെ ചെറുതെന്ന് പറഞ്ഞാലും ഇപ്പൊ പൃഥ്വിരാജ് പറയുന്ന പോലെ ആയിപ്പോ ഇതൊരു ചെറിയ സിനിമ എന്ന് പറഞ്ഞാൽ പോലും, അതായത് മുഖത്ത് നോക്കി, പ്രേക്ഷകരുടെ മുഖത്ത് നോക്കി വലിയ കള്ളം പറയുന്നതിന് തുല്യമാണത്. അതെ, പച്ചയായിട്ട് അതാണ് അതിനർത്ഥം, പച്ചയായ സത്യം അതാണ് സത്യം. എന്താണെങ്കിലും മുഖത്ത് നോക്കി പറയുന്നു. അത് ലാലേട്ടനെ പോലെ ഒരു നടനെ വെച്ചിട്ടൊരു സിനിമ ചെയ്തിട്ട് ചെറുതായിട്ട് ചെറിയൊരു സാധനം. സംഭവം ശരിയാണ്, സിംപ്ലിസിറ്റി ഒക്കെ വളരെ നല്ല കാര്യമാണ്. അതെ, പക്ഷെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള നല്ല മനസ്സിനെ പിടിച്ച് വിലക്കുന്ന നല്ല കിട്ടിയുള്ള സാധനം മതി. അത് വലുതാവുന്ന വലുപ്പം എന്തായിരിക്കും? ഇപ്പൊ നേരെന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു. റിലീസ് ചെയ്യുന്നതിന് മുന്നേ അത് വലിയൊരു സംഭവം, അതായത് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. ജിത്തു ജോസഫും ലാലേട്ടനും ഒന്നിക്കുന്നു ആ ഒരു ദൃശ്യത്തിന് ശേഷം, അത് വലിപ്പം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവർ പറഞ്ഞിട്ടുണ്ടായത് ഒരു കോർട്ട് റൂം ഡ്രാമയാണ്, അല്ലാണ്ട് വേറെ അതിൽ കൂടുതലായിട്ടുള്ള ഒരു സാധനമൊന്നുമില്ല. പക്ഷെ ദൃശ്യമൊന്നും പ്രതീക്ഷിക്കരുത്, ദൃശ്യത്തിന്റെ അടുത്തൊന്നും ഉള്ളത് അത് അങ്ങനത്തെ സിനിമയേ അല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ സിനിമ വന്നപ്പോ നല്ല സിനിമയായിരുന്നില്ലേ? തീർച്ചയായിട്ടും നല്ല സിനിമയാവും, അത്രേ ഉള്ളൂ. പിന്നെ അത് വലുതാവും, അത്രേ ഉള്ളൂ. നമ്മളെ എല്ലാവരും പ്രേക്ഷകരെല്ലാം ആഗ്രഹിക്കുന്ന അത് തന്നെയുള്ളൂ. ഇതിപ്പം വലിയ ബഡ്ജറ്റിൽ വന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ കുറേ ആൾക്കാർ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കുറേ ആൾക്കാർ വരണം, അതൊന്നും അല്ല വലുതെന്ന് പറയുന്നത്. നല്ല കണ്ടന്റും അത് ആസ്വദിക്കാൻ നമുക്ക് പറ്റും കൂടി ചെയ്താൽ അത് തന്നെ ഏറ്റവും വലുത്. എന്തായാലും നല്ലൊരു വീഡിയോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ തന്നെ ഒരു വീഡിയോ അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു തുടരുമെന്ന സിനിമയെ സമീപിക്കുന്ന രീതിയുണ്ട്, ആ രീതിക്ക് അനുസരിച്ച് തന്നെ തന്ന ഒരു വീഡിയോ.
ഗംഭീരമായിട്ടുണ്ട് കേട്ടോ എന്താണെങ്കിലും. ഇതില് ക്രിസ്മസിന്റെ ബന്ധമുണ്ടോന്ന് ചോദിക്കാൻ കാരണം എന്താ ആ പറയുക, വീടിന്റെ സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. ക്രിസ്മസ് പശ്ചാത്തലത്തിലായിരിക്കും മേ ബി അതാവാം, അല്ലെങ്കിൽ അങ്ങനെ അഴിച്ചു വെക്കാത്ത അതുകൊണ്ട് ഒരു ചെറിയ കുടിലൊന്നും അങ്ങനെ അഴിച്ചു വെക്കാറില്ല ചില സമയങ്ങളിൽ. എന്റെ ചെറിയ കുടിലൊന്നും ഞങ്ങൾ അഴിച്ചു വെക്കാറില്ല. അഴിച്ചു വെക്കാറില്ല, അവിടെ അതേപോലെ ഇരിക്കുന്നുണ്ടാവും. അവിടെ തന്നെ ഇടും, അഴിച്ചു വെക്കലൊന്നും ഇല്ലായിരുന്നു. അതെ, എന്താണെങ്കിലും ഇപ്പൊ അഴിച്ചു വെച്ചു കേട്ടോ. ക്രിസ്മസ് ആയപ്പോ അഴിച്ചു വെച്ചു. കൊള്ളാട്ടത്, ഒരു വെറൈറ്റി വേണ്ടത്. എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് ജനുവരിയിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഡിസംബർ ബാറോസ്, ജനുവരി തുടരും. അതുപോട്ടെ, ആശീർവാദ് തന്നെ ഇവരുടെ സിനിമയായിട്ട് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ അനൗൺസ്മെന്റ് വന്നതാണ്, ഡേറ്റ് എന്ന് റിലീസിന് എത്തുന്നു എന്നുള്ളത്. ഡേറ്റ് അടക്കം ജനുവരി 2025 മൊത്തത്തിലുള്ളത്. അതെ, അല്ല തുടരും വന്നത് 2020 ജനുവരി 30 അല്ലേ? ജനുവരി 30. അപ്പൊ എന്തായാലും പോവല്ലേ? അപ്പൊ പോവാം. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ. ഇല്ല, നമ്മളെന്തിനു കൂടുതൽ പറയുന്നു? കൂടുതൽ പറയാണ്ടിരിക്കുക തുന്നി കെട്ടൂല. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളും കാത്തിരിക്കുകയാണ് വരാനുള്ള ട്രെയിലറിന് വേണ്ടിയിട്ടും ടീസറിന് വേണ്ടിയിട്ടും ഒക്കെ. കാത്തിരിപ്പ് തുടരും. യെസ്, തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം ബൈ.